ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരെത്തും സ്നേഹകരം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരെത്തും സ്നേഹകരം. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ പുതുജീവൻ നൽകി പുതുശക്തിയെ ആകാശമാകെ ഉയർത്തും സ്നേഹം. പുതുജീവൻ നൽകി പുതുശക്തിയെ ആകാശമാകെ ഉയർത്തും സ്നേഹം. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരെത്തും സ്നേഹകരം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരെത്തും സ്നേഹകരം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 5-ാം 8-ാം വാക്യത്തെ ആസ്പദമാക്കി ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് യോഹന്നാൻ 3:14 കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ലവേഴ്സ് ഓഫ് സുപ്രമസിയാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ കാണുന്നത് കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 1 യോഹന്നാൻ 4:8-9 എന്നീ വാക്യങ്ങളിലൂടെ ദൈവം സ്നേഹമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർ 8:37-39 വാക്യങ്ങളിൽ വേർപിരിക്കാൻ കഴിയാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത മനുഷ്യനോടുള്ള സ്നേഹത്തെയാണ് കാണുന്നത്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3:1 കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ ഒരു അളവ് നിശ്ചയിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അത്ര വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുവാൻ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം മൂലമാണ് ഇടയായത്. ഒരു പിതാവിൻ്റെ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ 3:17 പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുന്നു. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെയിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കിൽ ആനന്ദിക്കും. അതായത് ദൈവം നമ്മെ രക്ഷിച്ചെടുത്തതിലും തൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തന്നതിലും അത്യന്തം സന്തോഷിക്കും. ദൈവത്തിൻ്റെ രക്ഷയും സ്നേഹത്തെക്കുറിച്ചാണ് എഫേസ്യർ 2:4-5 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങൾ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 4:19 പറഞ്ഞിരിക്കുന്നത്, ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15:13 വായിക്കുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. എന്നാൽ യേശു അങ്ങനെയല്ല നമ്മെ സ്നേഹിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ പ്രദർശനശാലയായിരുന്നു കാൽവറി മലയിൽ 3 ആണികളാൽ
ക്രൂശ് തറയ്ക്കപ്പെട്ട ദൈവത്തിനായ യേശു ക്രിസ്തു. യേശുവിനോട് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടി പിതാവേ, അവർ അറിയാതെ ചെയ്തതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രദർശിപ്പിച്ചു. നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ വാഗ്ദത്തങ്ങൾ അന്യരും പരദേശികളുമായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. അങ്ങനെ നമ്മെ വീണ്ടെടുക്കുവാനും ദൈവമക്കളാക്കി തീർക്കുവാനും ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവകരങ്ങളിൽ ജീവിതങ്ങളെ സമർപ്പിക്കുക. സകല മാനവജാതിക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ യാഗമായത്. അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയും പാപമോചനവും ദൈവമക്കൾ എന്നുള്ള പദവിയും ലഭിക്കും. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ദയാൽ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.